ഹലോ കൂട്ടുകാരികളെ, എല്ലാവർക്കും എൻ്റെ ഈ രാവിലെ ദിവസം കഴിഞ്ഞ ഉച്ചയ്ക്ക് നിങ്ങളെ കാണുവാൻ ദൈവം സഹായിച്ച വൻ കൃപയോർ കർത്താവിനെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഒരു ഉപമ പറയുന്നു. ഇത് യേശു ചെയ്ത ഒരു അത്ഭുതമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. യേശു പുരുഷാരം കഴിഞ്ഞ് ഈ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറ് ഒരു കുഷ്ഠരോഗി യേശുവിനെ പിന്തുടർന്നു. കുഷ്ഠരോഗി യേശുവിനെ പിന്തുടർന്നപ്പം യേശുവിൻ്റെ അടുക്കൽ ചെന്ന് മുട്ടുകുത്തി പറഞ്ഞു, എനിക്ക് സുഖമുണ്ടാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ യേശു കൈ നീട്ടി തൊട്ട് ശുദ്ധമാകാമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ദേഹത്തിലുള്ള എല്ലാ കുഷ്ഠരോഗവും സൗഖ്യമായി. യേശു എന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തി. കുഷ്ഠരോഗിയെ യേശു തൊട്ട് സൗഖ്യപ്പെടുത്തി. ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യേശു അത്ഭുതം ചെയ്യുന്നു. യേശു അത്ഭുതം ചെയ്യുന്ന പിതാവാണ്. യേശു ദൈവപുത്രനാണ്. യേശു അത്ഭുതം ചെയ്തു, കൈ നീട്ടി സുഖമാക്കി. അപ്പോൾ ഈ ശിഷ്യന്മാരെല്ലാം കൂടെയുണ്ട്. അന്നേരം ഈ ശിഷ്യന്മാരുടെ ഇടയിൽ യേശു കുഷ്ഠരോഗിയോട് പറഞ്ഞു, നീ ചെന്ന് പുരോഹിതനെ കാണിക്കുക, ആരോടും പറയേണ്ട എന്നും പറഞ്ഞു. അതാ യേശു എപ്പോഴും അത്ഭുതം ചെയ്യുമ്പോൾ പറയും, ആരോടും പറയല്ലേ എന്ന് പറയും. അതെന്തിനാണ്? യേശുവിനെ കുറിച്ച് പറയാൻ ക്രൂശിക്കും. അതുകൊണ്ടാണ് അത് പറയേണ്ടതെന്ന് പറയല്ലേ എന്ന് പറയുന്നത്. അതുകൊണ്ട് യേശു തൊട്ട് സൗഖ്യപ്പെടുത്തി. അതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ള കുഷ്ഠരോഗങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം സൗഖ്യപ്പെടുത്തുന്ന കർത്താവുണ്ട്. നമ്മുടെ ജീവിതത്തിലെല്ലാം കുഷ്ഠരോഗവും യേശുവേ നീ സൗഖ്യപ്പെടുത്തണമേ, നീ ശുദ്ധമാക്കണമേ നമ്മൾ അപേക്ഷിക്കാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കഷ്ടതകളും പ്രയാസങ്ങളും യേശുവിനോട് പറഞ്ഞ്, യേശുവേ രക്തത്താൽ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, നീ എന്നെ ശുദ്ധമാക്കാമെന്ന് പറയാം. അപ്പോൾ യേശു നമ്മളെ ശുദ്ധമാക്കും, അനുഗ്രഹിക്കും. കർത്താവിൻ്റെ വരവിൽ നമ്മൾ എടുത്തു കൊള്ളപ്പെടും. ആമേൻ, ആമേൻ.